കേരള സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുത്തുന്ന പുതിയ ഓർഡർ കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ 62 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ്റെ പൊതുവായ നമ്മുടെ ലിസ്റ്റുള്ളത്. ആ 62 ലക്ഷം പേര് ക്ഷേമ പെൻഷൻ പല ഇനത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ മേടിക്കുന്നതിൽ 25 ലക്ഷത്തിലധികം ആളുകൾ ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഓപ്റ്റ് ചെയ്തതാണ്. പകുതിയോളം ആളുകൾ ബാങ്കിലെ ട്രാൻസ്ഫർ ഓപ്റ്റ് ചെയ്തവരാണ്. അവരുടെ തന്നെ അഭിപ്രായം സ്വീകരിച്ച് അതുവഴി അവർ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള ആളുകൾ നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊണ്ടെത്തിച്ച് മേടിക്കുന്നവരാണ്. അതിനകത്ത് കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഇപ്പോൾ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ക്ഷേമ പെൻഷൻ മേടിക്കുന്ന വളരെ സാധാരണക്കാരായ പ്രായമുള്ള ബാങ്കുകളിലേക്കൊന്നും പോയി ഇത് കളക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ ബാധിക്കും. അപ്പോൾ ഇതുവഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെല്ലാം ബാങ്കിലേക്കുള്ള അക്കൗണ്ടൊക്കെയായി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ മാസക്കാലത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ ആകെ തടസ്സപ്പെടും. ഇപ്പോഴും നിർത്തും, കുറച്ച് കാലത്തേക്ക് തടസ്സപ്പെടും. ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാതെ കുറേ ആളുകൾക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഈ ഉത്തരവ് സഹായകരമാവത്തുള്ളൂ. നേരത്തെ പോസ്റ്റ് ഓഫീസ് വഴി നടത്താനൊരു ശ്രമം നടത്തിയിരുന്നു. കൃത്യമായ ആളുകൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ സഹകരണ ബാങ്ക് വഴി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. എല്ലാ മേഖലയിലും സഹകരണ ബാങ്കുകൾ വഴി ഓപ്റ്റ് ചെയ്ത് കുറച്ച് ആളുകൾ മേടിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ കേന്ദ്ര ഗവൺമെൻറ് വഴിയുള്ള DBT വഴിയുള്ള ട്രാൻസ്ഫറെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ബാങ്ക് വഴി കണക്ട് ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് കിട്ടുന്ന പെൻഷൻകാർ ആകെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. ചെറിയ തുകയാണ്. നമ്മൾ പിന്നെ 8 ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്നത്. അതൊരു 300 രൂപ മുതൽ 500 വരെ, ആകെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അവരുടെ മുഴുവനും നമ്മൾ DBT ആക്കിയിട്ടുണ്ട് നേരത്തെ. പലതവണ ഞങ്ങൾ അന്ന് ഗവൺമെൻറ്റുള്ള സമയത്ത് യോഗം ചേർന്ന് അവരുടെ എല്ലാം നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആധാർ ലിങ്ക് ചെയ്തതാണ് മിക്കവാറും എല്ലാ ക്ഷേമ പെൻഷനും ആധാർ ലിങ്ക് ചെയ്യുന്നതിന് നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും ഇത് പുതുക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നേരത്തെ നടപ്പിലായതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിന് യാതൊരു തടസ്സവും വരില്ല. ബാങ്കുകളുമായിട്ടുള്ള റീകൺസിലിയേഷൻ കൃത്യമായിട്ട് നടത്താവുന്നതാണ്. യഥാർത്ഥ പ്രശ്നം ഏറ്റവും പ്രായമുള്ളവരും സാധാരണക്കാരും പുറത്തേക്ക് കിടപ്പ് രോഗികളൊന്നും അല്ല, പക്ഷേ പുറത്തേക്ക് ബാങ്കിൽ പോയി കാര്യങ്ങൾ മേടിക്കാൻ പറ്റാത്ത ആളുകളുമായിട്ടുള്ളവർക്ക് ഇനി ഇതെല്ലാം ആയി വരുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് പതുക്കെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നാവും. നേരത്തെ ഈ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു ഗ്യാസ് സബ്സിഡിക്ക്. അന്ന് ഗ്യാസ് സബ്സിഡി കിട്ടുന്ന ആളുകൾക്ക് പിന്നെ പറഞ്ഞു ഈ സബ്സിഡി ഉള്ളവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് വഴി തരാം. അവസാനം 2-3 മാസം കൊടുത്തു, പിന്നെ ആ സബ്സിഡി ഇല്ല. ബാങ്ക് വഴി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇല്ലാതാക്കിയ പോലെ ഇവിടെ ചെയ്യാനാണ്. ഇത് തന്നെയാണ് സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന സ്ത്രീ സുരക്ഷാ ഫണ്ടിൻ്റെ കാര്യത്തിനകത്ത് അതും തുടർന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അവർക്കാണെങ്കിൽ ഈ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലെ ഒരു സ്വത്തായിട്ട് വെച്ച് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, മരുന്ന് മേടിക്കാനോ ചെറിയ കാര്യങ്ങൾക്കൊക്കെ. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് മേടിക്കേണ്ടി വരും അഥവാ അക്കൗണ്ടിലായി കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരാളെ ഏൽപ്പിച്ച് വിട്ടാൽ അവർ ഈ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് ഈ പ്രായമായ വളരെ ദുർബലരായ വിഭാഗമാണ് ഈ ഇത്രയും ഇത് കിട്ടുന്നത്. അവർക്ക് കയ്യിലേക്ക് പണം കിട്ടാതെ വരും. അതൊരു വലിയ അപകടകരമായ സ്ഥിതിയാണ്. ഇപ്പോഴും മണി ഓർഡർ പോലെയുള്ള കാര്യങ്ങൾ പെൻഷനകത്തുണ്ടല്ലോ. ഇപ്പോൾ മറ്റ് പെൻഷൻ മേടിക്കുന്നവർക്ക് സർവീസ് പെൻഷനകത്ത് മണി ഓർഡറൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് നേരിട്ട് ആ പണം കിട്ടുന്ന സംവിധാനമുള്ളത്? ആ സംവിധാനം അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനാണ്. അതില്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഗവൺമെൻറ് മറ്റെല്ലാ മേഖലയിലും ഓരോന്നും ചെയ്ത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് പോലെ ഇതും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യം പുനഃസ്ഥാപിക്കണം. സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്ന ആ സമ്പ്രദായം അവർക്ക് കിട്ടുന്ന വളരെ പരിമിതമായ ഒരു സഹായമാണ്. ആ സഹായം തുടർന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ആ വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം വരും. എന്തായാലും ഇങ്ങനെ ഒരു പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതാക്കാനല്ല, വാഗ്ദാനം 3000 രൂപയാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അധികാരത്തിലേക്ക് വന്ന UDF ഗവൺമെൻറ്റിനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല. വലിയതായിട്ടിത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് ഉള്ളതുപോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ശ്രമമായിരുന്നു വരുന്നത്. അതിനെ ശക്തമായിട്ട് അതിനകത്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. അടിയന്തരമായിട്ട് അത് തിരുത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ക്രമക്കേട് തടയാൻ വേണ്ടി ഇത് ഈ എലിയെ പേടി ചില്ലം ചുടുക എന്ന് പറയുന്നൊരു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ്. അങ്ങനെ ക്രമക്കേടുണ്ടെങ്കിൽ ക്രമക്കേട് കണ്ടുപിടിക്കാമല്ലോ. വളരെ ചെറിയ ഒറ്റപ്പെട്ട ചില ക്രമക്കേടുകൾ എവിടെയെങ്കിലും ഉണ്ടായി എന്നിരിക്കട്ടെ, അത്തരം ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. കാരണം ഇത് റിക്കൺസൈൽ ചെയ്യണം, ബാങ്കുമായിട്ടുള്ള റിക്കൺസിലിയേഷൻ ഉണ്ട്, കൃത്യമായി ഇത്ര ദിവസം കണക്ക് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിനകത്ത് പോരായ്മ വരുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ നിന്ന് അത് കിട്ടാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. പക്ഷേ അതിന് പകരം സംഭവം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ? ബാങ്കുകളിലും ഇതേ ക്രമക്കേട് ചിലപ്പോൾ വരാമല്ലോ. ഇപ്പോൾ മരിച്ചുപോയ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന് വീഴുന്ന അനുഭവം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാതെ എടുക്കുന്ന സ്ഥിതി ഉണ്ടാവുമല്ലോ. ഒറ്റപ്പെട്ട ചില കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് ചില ആൾ മരിച്ചുപോയി, കുറച്ച് നാൾ ഈ ഇടയ്ക്ക് അവർ വീണ്ടും മസ്റ്റർ ചെയ്യുന്നില്ല, ആ പണം ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെല്ലും. സാധാരണഗതിയിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. എന്നാൽ ഒറ്റപ്പെട്ട കേസുകളിൽ ഇത് ഈ ബാങ്ക് ATM കാർഡ് വെച്ചൊക്കെ എടുക്കുന്ന ആൾ എടുക്കത്തില്ലേ, അത് ഒറ്റപ്പെട്ട കേസുകൾ വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടല്ലേ, ക്രമക്കേടിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഒരു സമ്പ്രദായം തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾ വീടുകളിൽ പോയിട്ട് കുറച്ച് ആളുകളെ കണ്ടു നോക്ക്, ഈ മേടിക്കുന്ന ആളുകൾ, അവർ പലരും ഇങ്ങനെ ബാങ്കിൽ വന്ന് അക്കൗണ്ട് എടുത്ത് പോയി ചെയ്യാൻ പറ്റുന്ന പരിചയസമ്പന്നരല്ല. നല്ലൊരു ഭാഗം ആളുകളും ഈ സമ്പ്രദായങ്ങളോടൊന്നും വലിയ ബന്ധമില്ലാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ വരും. അത് തെറ്റായ, നേരത്തെ ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പണം കിട്ടാത്ത DBT പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 8,40,000 ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ 200 രൂപയും 300 രൂപയും കിട്ടുന്നുണ്ട്. അന്നൊരിക്കൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്, ചില ആളുകളുടെ പണം വന്നില്ലെന്ന് പറഞ്ഞില്ലേ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം നേരെ DBT വഴി കിട്ടാത്തതായിരുന്നെന്ന്, അത് കേന്ദ്ര ഗവൺമെൻറ് DBT കൊടുക്കുന്നതെല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമുണ്ട്. കാരണം ഈ ബാങ്കുകൾ ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഇടതുപക്ഷമായി ബന്ധമുള്ള ഭരണസമിതികളാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ പ്രവർത്തകരും ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതിലുള്ള അത്തരം ഒരു തീരുമാനം രാഷ്ട്രീയം ഇതിനകത്തുണ്ടോ? അങ്ങനെ രാഷ്ട്രീയം കാണാനാണ് പോകുന്നതെങ്കിൽ അതങ്ങേറ്റ അബദ്ധമല്ലേ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനകത്തെല്ലാം ഇടതുപക്ഷത്തിനല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണം എടുത്താൽ പല ജില്ലകളിലും നല്ലത് ഭാഗം സ്ഥാപനങ്ങൾ പിന്നെ UDFൻ്റെ നിയന്ത്രണത്തിലുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചിലത് ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ജീവനക്കാരുടെ സംഘടനാ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ എല്ലാവരും ഇനിയും ശരിയാക്കും, ഇനിയും ട്രാൻസ്ഫർ ചെയ്യും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനയുടെ ആൾ മാത്രമാണോ, അല്ലെങ്കിൽ ലീഗിൻ്റെ ആൾ മാത്രമാണോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എൻ്റെ നിങ്ങളുടെ എല്ലാം കൂടി മുഖ്യമന്ത്രിയാണ്. എനിക്കെതിരെ വാർത്ത കൊടുക്കുന്ന TV ചാനലുകളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നത് വല്ലേ ഉള്ളൂ. TV ചാനലുകൾ സ്വതന്ത്രമായ അഭിപ്രായം പറയും, പത്രങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം എഴുതും. ഞാൻ ഇനിയും ഇങ്ങനെ ശരിയാക്കും, എല്ലാവരെയും ഓർത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന വാക്ക് മുഖ്യമന്ത്രി പറയാൻ കൊള്ളുന്നതാണോ? കോൺഗ്രസ് സംഘടനയുടെ ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും പോലും പറയുന്നുണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം, ഇതിനകത്ത് ഏത് കാര്യത്തിനും രാഷ്ട്രീയം കാണലാണോ വേണ്ടത്? അതിനകത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നല്ല സിസ്റ്റം ഉണ്ടായിരുന്ന, വർഷങ്ങൾ വഴി നമ്മൾ ശരിയാക്കിയെടുത്തൊരു സിസ്റ്റം ഉണ്ടായിരുന്നത് ഇല്ലാതാക്കരുത്. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത് എന്താ? ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പോവും. 5-6 മാസക്കാലം ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് നോക്കിയൊക്കെ ഈ പാവങ്ങൾ പോയി ബാങ്ക് അക്കൗണ്ട് എടുക്കാത്ത സമയത്ത് അവർക്ക് പെൻഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഇവർ പോയി പെൻഷന് പേപ്പർ ശരിയാക്കിയില്ല, പെൻഷൻ ഇല്ല. അപ്പോൾ ഇത്രയും പേരുടെ പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് അത് സ്വീകരിക്കും. ഇപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കാവുന്ന ആളുകൾ 10-25 ലക്ഷം 30 ലക്ഷത്തോളം ആളുകൾ എടുത്തിട്ടുണ്ടെന്നല്ലേ കണക്കുകൾ. ഇനി എടുക്കാമല്ലോ, അത് അങ്ങനെ എടുക്കാവുന്നവർക്ക് എടുക്കാം. ബാക്കി ഇങ്ങനെ വീട്ടിൽ കൊടുക്കണമെന്നുള്ള ആളുകളുടെ മാത്രം ഓപ്ഷൻ വെച്ചല്ലേ ഇത് കൊടുക്കുന്നത്. അതിനകത്ത് ഇൻസെൻറ്റീവ് വലിയ തുക കൊടുക്കുന്നു എന്നൊരു കാര്യങ്ങൾ, വലിയ തുകയൊന്നുമല്ല, ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ് സാധാരണ കൊടുക്കാവുന്ന ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഇൻസെൻറ്റീവ് കുറച്ചാണ് നിശ്ചയിച്ചേക്കുന്നത്. അത് ഇപ്പോൾ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്താലും ആ ഒരൊറ്റ ഇൻസെൻറ്റീവേ ഉള്ളൂ, ഒരു മാസത്തിനല്ല. ഇപ്പോൾ 2 മാസത്തെ 4,000 രൂപ ഒരുമിച്ച് കൊണ്ട് കൊടുക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കുന്നതിന് ഇൻസെൻറ്റീവാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ആളുകൾക്ക് കിട്ടുന്നൊരു വലിയ ആശ്വാസമാണ് ഈ ക്ഷേമ പെൻഷൻ. രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം കേരളത്തിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കിട്ടുന്ന ആളുകളുടെ കണക്ക് നോക്കിയാൽ ഇടതുപക്ഷക്കാരാണോ ഭൂരിപക്ഷം? അല്ല, ഇടതുപക്ഷക്കാരും എല്ലാവരും ഉണ്ടല്ലോ. ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നതിൻ്റെ നോക്കി മാത്രമല്ലല്ലോ, എല്ലാ പാർട്ടിക്കും അവർ വോട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും കൂടിയാണ് എന്നുള്ളത് കാണാനായിട്ട് തയ്യാറാവണം. അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ ഉപദേശം കൊടുത്താൽ അത് സ്വീകരിക്കുന്ന ആളാണ് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ബുദ്ധിയിലാണ് ഇത് തോന്നുന്നതെങ്കിൽ അങ്ങേയറ്റം അപകടകരമാണെന്നേ പറയാനുള്ളൂ.